ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ്നയുടെ റെസിപ്പിയുമായിട്ടാണ്, അല്ലെങ്കിൽ സ്വീറ്റ് പൊറോട്ട. നമുക്ക് ബേക്കറി കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണ് ഷുഗർ, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതും കൂടെ ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് നമ്മുടെ ഈ ഈസ്റ്റെല്ലാം കൂടെ ചേർത്തൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വയ്ക്കാം. ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ തരിയായിട്ടുള്ളത് അതാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുക്കണം. ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ്. ഇനി നമ്മളിപ്പോൾ ചേർക്കുന്നത് മുമ്പേ നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചില്ലായിരുന്നോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ എപ്പോഴും ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഈസിയാണ് എളുപ്പം ഇത് മിക്സ് ആക്കാൻ വേണ്ടി. ഈവൻ ചപ്പാത്തി കുഴയ്ക്കുവാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൈക്ക് വലിയൊരു പെയിൻ വരത്തില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഇതുപോലെ കുഴച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ അകത്തോട്ട് അതൊന്ന് മടക്കി വെച്ചിട്ട് ഒരു ബോൾ പോലെ നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇപ്പം കണ്ടോ, നമ്മുടെ കയ്യിൽ അതൊന്നും ഒട്ടുന്നില്ല. ഇനി ഒരു സ്വല്പം എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞൊരു തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊരു 20 to 30 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചതിൻ്റെ ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. കണ്ടോ, നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ നല്ലതായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്കതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് മാക്സിമം പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് നമ്മൾ പരത്തി കൊടുത്താൽ മതി. നല്ലതായിട്ട് പരന്നു വരും. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയുടെ റോളില്ലേ, ആ റോൾ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മുടെ മൈദ ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ പരത്തുമ്പോഴത്തേന് അത് തിരിച്ച് പുറകോട്ട് ഇതുപോലെ ഒന്ന് വരും. പക്ഷെ ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് പരത്തുമ്പോഴത്തേനങ്ങ് ശരിയായിക്കോളും. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഏകദേശം ഒരു 80 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടറാണ്, അൺസോൾട്ടഡ് ബട്ടറാണ്. അതിനി ഇതുപോലെ കൈകൊണ്ട് നല്ലതായിട്ട് കട്ടയെല്ലാം ഉടച്ചു കൊടുക്കണം. ഒട്ടും കട്ട പാടില്ല. അതിനുവേണ്ടിയാണ് കൈകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് ഉടയ്ക്കുന്നത് കേട്ടോ. അതിൽ ഇതുപോലെ നല്ല ഈവനായിട്ട് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇപ്പം ഏകദേശം ഇതൊന്ന് സ്പ്രെഡായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മടക്കണം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ നമ്മളിതൊന്ന് മടക്കിയെടുക്കുക. ഒരു പകുതി ഭാഗം വരെ ഇതുപോലെ ഒന്ന് മടക്കുക. നമുക്കിനി ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കാനുള്ളതാണ്. അപ്പം നമ്മളതൊരു കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് വേണം മടക്കി വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിനെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ
കണ്ടോ, മാവ് നല്ലതായിട്ട് പിന്നെയും നമ്മൾ ആ വെച്ചത് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, താഴെ ഇരിക്കുന്ന നമ്മൾ രണ്ടായിട്ടല്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്, താഴെ ഇരിക്കുന്ന ആ പാർട്ടും കൂടെ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് പ്രസ് ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മളിനിയും നമ്മുടെ ചപ്പാത്തിയുടെ റോളില്ല അതുപയോഗിച്ച് ഇതുപോലെ ഇനിയൊന്ന് നമ്മൾ പരത്തി കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തപോലെ തന്നെ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടെ മടക്കി എന്നിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെയും ചപ്പാത്തി റോൾ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ സെക്കൻഡ് ടൈം ഞാൻ ഇതുപോലെ പരത്തിയെടുത്തതാണിത്. ഒരു 2 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നമ്മൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണേ. നമ്മളെടുത്ത 80 ഗ്രാം ബട്ടറും ഫിനിഷായി. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ സ്വല്പം ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ സ്വീറ്റ്ന കഴിക്കുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതുപോലെ കുറച്ച് ഷുഗർ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ കാണിക്കുന്ന പോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ തിക്നെസ് കാണിക്കാം. കണ്ടോ, ഏകദേശം ഈ ഒരു തിക്നെസ് ഉണ്ട് നമ്മൾ പരത്തി വെച്ച മാവിന്. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ഡ്രൈ ഗ്രേപ്സും ആണിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം ആ കഴിക്കുന്നതിനകത്ത് കുറേ ഫ്രൂട്ട്സുകൾ വേണം അല്ലേ, അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് അതിനെ നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കണം. ഈ ഒരു മോഡലിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ചിലപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ വെച്ചേക്കുന്ന ഫ്രൂട്ട്സ് ഒന്ന് തെന്നിപ്പോകും, അപ്പം നമ്മളതൊന്നും കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ റോളാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ റോളാക്കിയെടുക്കാം. ആ സെയിം അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ബാക്കിയിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇവിടെ പിള്ളേർക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് മതി. നമുക്കിനി ഇതുപോലെ തന്നെ അത് റോളാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ റോളാക്കിയെടുക്കണേ. ഇപ്പം എല്ലാം ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് കൈകൊണ്ട് ഇതുപോലെ പരത്തുവാണ്. പരത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ അറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു സൈസിലല്ലേ നമുക്ക് സ്വീറ്റ്ന കിട്ടുന്നത്. നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ തന്നെ എല്ലാം നമുക്കിതുപോലെ തന്നെ കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ പിന്നെ കുറച്ച് സമയം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ കുഴച്ച് വയ്ക്കണം കുറച്ച് നേരം, അങ്ങനെ നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ആവും. ആ 2 കപ്പ് മാവിൽ 5 സ്വീറ്റ്നയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കതിനെ ഇതുപോലെ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എഗ് വാഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബേക്കായി വന്നു കഴിയുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഈ സമയത്ത് ഞാനിവിടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ തന്നെ 20 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും ടൈമിങ്. 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ സ്വീറ്റ്ന ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം നമ്മുടെ സ്വീറ്റ്ന റെഡി ആയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്കിനി അതൊന്ന് മുറിച്ച് നോക്കിയാലോ. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്വീറ്റ്ന ഇരിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.
ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു. ബൈ.